നമസ്കാരം. പ്രധാന വാർത്തകൾ. ലൈഫ് മിഷൻ കേസ് എം ശിവശങ്കറിന് ജാമ്യം. പ്രധാനമന്ത്രി മോദിയെ പോലൊരു കബളിപ്പിക്കലുകാരനെ കണ്ടെത്താൻ പ്രയാസമാണ് ഡോക്ടർ ടി.എം. തോമസ് ഐസക്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ 3 ഗോളിന് ടാൻസാനിയെ തോൽപ്പിച്ച് മൊറോക്കോ. വാർത്തകൾ വിശദമായി. ലൈഫ് മിഷൻ കോഴ കേസിൽ എം ശിവശങ്കറിന് ജാമ്യം അനുവദിച്ചു. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്താണ് ജാമ്യം. നേരത്തെ നൽകിയ ഇടക്കാല ജാമ്യം സുപ്രീം കോടതി സ്ഥിരമാക്കി. പ്രധാനമന്ത്രി മോദിയെ പോലൊരു കബളിപ്പിക്കലുകാരനെ കണ്ടെത്താൻ പ്രയാസമാണെന്ന് ഡോക്ടർ ടി.എം. തോമസ് ഐസക്. 2013 അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് വൈ.വി. റെഡ്ഡി അധ്യക്ഷനായി 14ാം ധനകാര്യ കമ്മീഷനെ നിയമിച്ചത്. അക്കാലത്ത് മോദിയുടെ മുദ്രാവാക്യം കേന്ദ്ര നികുതിയുടെ 50% സംസ്ഥാനങ്ങൾക്ക് നീക്കിവെക്കണമെന്നായിരുന്നു. അതിനുവേണ്ടി വലിയ പ്രചാരണവും നടത്തി. 14ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴേക്കും ഭരണം മാറി. മോദി പ്രധാനമന്ത്രിയായെന്നും തോമസ് ഐസക് കുറിപ്പിൽ പറയുന്നു. ഇനി കായിക വാർത്ത. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ ടാൻസാനിയെ തകർത്ത് മൊറോക്കോയുടെ അരങ്ങേറ്റം. 3 ഗോളിന് ടാൻസാനിയെ തോൽപ്പിച്ചാണ് എതിരാളികൾക്ക് മറുപടി നൽകിയത്. ഇത്തവണ കിരീട സാധ്യത ഉള്ളതിനാൽ മുമ്പിലുള്ള ടീമാണ് മൊറോക്കോ. ഖത്തർ ലോകകപ്പിൽ സെമിയിലെത്തി ഞെട്ടിച്ച സംഘവുമാണ് ഇവർ. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.